ദീദി, ഇപ്പോൾ കോടതി ഉത്തരവിനെ എങ്ങനെയാണ് കാണുന്നത്? മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കപ്പെടണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. മാത്രമല്ല, ഇതിന്മേലൊരു പൊതു ചർച്ച വേണം എന്നുകൂടി കോടതി പറയുകയാണ്. അങ്ങനെ ഒരു പൊതു ചർച്ചയ്ക്ക് സർക്കാർ സാഹചര്യമൊരുക്കും എന്ന് ദീദി ദാമോദരൻ കരുതുന്നുണ്ടോ? ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നതെന്നാണ്. അതുമാത്രമല്ല, ഒരു കോൺക്ലേവ് നടത്തും. കോൺക്ലേവിലൂടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ ഒക്കെ കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക്, എന്ത് പരിഷ്കാരം വേണമെന്നതിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് അതിൽ ഐഡിയലായിട്ടുള്ള സൊല്യൂഷൻ എന്ന് തോന്നുന്നു. ഈ പൊതു താല്പര്യ ഹർജി എന്ന് പറയുമ്പോഴേ സ്ത്രീകളുടെ കാര്യത്തിനെ പറ്റി WCC മുന്നോട്ട് വെച്ചു, സിനിമയിലെ സ്ത്രീകൾക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി, ഇനി അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് അവർക്ക് കാണാമായിരുന്നു. അത് രണ്ടാമത് ഭരണത്തിൽ വരുമ്പം എടുത്തു പറയാവുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അത് അവർക്ക് ഇപ്പം തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. അത് എന്നാണോ എന്തോ തിരിച്ചറിയുക. പക്ഷേ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി വേണം എന്ന് ഒരു ഗവൺമെൻറ് തീരുമാനിക്കുന്നതും അതിന് വലിയ സമയമെടുത്ത് വലിയ പണം ചെലവാക്കി ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവരെ മൊഴിയെടുത്ത് അതൊക്കെ കൂടെ കമ്പൈൽ ചെയ്ത് കുറേ സമയം എടുത്തിട്ട് ആ റിപ്പോർട്ട് പുറത്തു വിടുക. എന്താണോ എന്തോ അതിനൊക്കെ സംഭവിച്ചത്. ആ റിപ്പോർട്ട് പുറത്തു വരികയും അതിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് പൊതുസമൂഹം അടക്കം, അതായത് അതിലേക്ക് നമ്മളെല്ലാവരും ടാക്സ് മണി കൊണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനൊരു പഠന കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ. അപ്പം നമുക്ക് എല്ലാവർക്കും, ഇനി ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്നവരും സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ബാധകമായിട്ടുള്ള വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആയിരിക്കണം സിനിമ. മറ്റേത് തൊഴിലിടവും പോലെ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കോളേജിൽ എനിക്ക് എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മതി ഞാൻ ഇരിക്കുന്ന തസ്തികയിൽ ഇരിക്കാൻ. സിനിമയിൽ എനിക്ക് എൻ്റെ ആക്ടിങ് ടാലൻറ്റ് മാത്രം പോരാ, ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് മറ്റു കാര്യങ്ങൾ കൂടെ എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയല്ലല്ലോ. അപ്പം എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ട്രാൻസ്പെറൻസി വേണം. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട് എനിക്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കാം, അതൊക്കെ ഞാൻ അറിയണമല്ലോ. ഇത് എല്ലാവരും അറിയണമല്ലോ. അപ്പം ഇതൊക്കെ പഠിച്ച് അങ്ങനെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പം എന്തിനാണ് ഇവർക്ക് ഈ വേവലാതി? ഇത് ഏകപക്ഷീയമാണ്, സ്ത്രീകളുടെ മാത്രം പരാതിയെ കേൾക്കുന്നുള്ളൂ, അവർ തെറ്റായിട്ടുള്ള, എപ്പോഴും സ്ത്രീകളിൽ വളരെ ജെന്യുവൻലി അവർ ഇതാണല്ലോ, ഇൻസിൻസിയറാണ്, അവർ കള്ളപ്പരാതികളുടെ ആൾക്കാരാണ്. അപ്പം ആ രീതിയിലൊക്കെ ഭയം ഉണ്ടാവുകയും ഇത് 5 കൊല്ലം കോൾഡ് സ്റ്റോറേജിൽ വെക്കുകയും ആരും അത് ചോദിക്കാതിരിക്കുകയും WCC മാത്രം മുട്ടാവുന്ന വാതിലുകൾ മുഴുവൻ എപ്പോഴാണ് റിപ്പോർട്ട് പുറത്തു വരിക എന്ന് പറഞ്ഞിട്ട് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴിയും നിതാന്തം ശ്രമിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോഴും ഇത് ഒരാൾക്ക് തോന്നുകയാണ്, അയാൾക്ക് കൃത്യമായിട്ടൊരു കാരണം പോലും പറയാനില്ല. അത് കോടതി മുമ്പാകെ എത്തിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കോടതി മുമ്പാകെ എത്തിക്കാനായിരുന്നെങ്കിൽ പരാതി പറഞ്ഞ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു പോവുക, അല്ലെങ്കിൽ അവർ കോടതിയെ അപ്രോച്ച് ചെയ്യായിരുന്നു. അതല്ല ഉണ്ടായത്. അവർക്ക് തൊഴിലിടത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഒരു കമ്മിറ്റിയെ മുമ്പാകെ പറയുകയും കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഏതൊക്കെ സ്വീകരിക്കാം, ഈ സിനിമ എൻവയൺമെൻറ്റ് ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് പരിഷ്കരിക്കേണ്ടത് എന്ന് പഠിക്കുകയൊക്കെ ചെയ്യാണ് വേണ്ടത്. അതിന് നമ്മൾ സ്ത്രീകളായതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടതുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ത്രീകളായതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലങ്ങളിലൊന്നും ഇതൊന്നും അനുഭവിക്കുന്നില്ല. സിനിമ ഒരു തൊഴിലിടമാണ്. അവിടെ ഈ പറയുന്ന സിനിമാ സംഘടനകൾ എല്ലാറ്റിനും റിയാക്ട് ചെയ്യും. അവരുടെ ഒരു അംഗത്തിനെ ഇൻസൾട്ട് ചെയ്താൽ അവർ റിയാക്ട് ചെയ്യും. അവരെല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നവർ അവരിൽ പാതിയിലധികം അംഗങ്ങളുള്ള സ്ത്രീകളായിട്ടുള്ള മെമ്പേഴ്സുള്ള എത്ര സംഘടനകൾ, ഈ മെമ്പേഴ്സ് സ്ത്രീകൾ ഇല്ല എന്ന് വിചാരിക്കാം. സിനിമയുടെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം, ആ അറ്റ്മോസ്ഫിയർ ഹെൽത്തി ആയിരിക്കണം എന്ന് വിചാരിക്കണ്ടേ? അതിനല്ലേ സംഘടനകളൊക്കെ. എത്ര സംഘടനകൾ പറഞ്ഞു ഇത് ഇനിയും മാറ്റിവെക്കാൻ പാടില്ല, ഇത് ചർച്ച ചെയ്യണം, ഇതിൽ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് മുന്നോട്ട് കൊണ്ടുവരണം. പോട്ടെ, എത്രയോ കാലമായിട്ട് IC വേണം ഒരു സെറ്റിൽ എന്ന് നമ്മൾ കുറേ കാലമായിട്ട് WCC പറഞ്ഞിട്ടുണ്ട്. വൈശാഖ ഗൈഡ് ലൈൻസ് അത് പ്രാവർത്തികമാക്കാൻ വീണ്ടും WCC കേസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ലിഷാളിയായിട്ടാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട് ആസ് അതന്നെ ഒരു വലിയ ഔദാര്യം പോലെ, പക്ഷെ ചിലവർ അങ്ങനെ ചെയ്യാറില്ല.
അതെങ്ങനെയാണ് ഈ നാട്ടിലെ നിയമം സിനിമയ്ക്ക് മാത്രം ബാധകമല്ലാതിരിക്കുന്നത്? എങ്ങനെയാണ് ഈ റിപ്പോർട്ട് വരേണ്ടതില്ല എന്ന് നമുക്ക് തോന്നാൻ എങ്ങനെയാ പറ്റും? നമ്മൾ എത്ര മോശം, എത്ര നമ്മളെ പാപ്പരത്വം ഉണ്ടല്ലോ, ജെൻഡർ ഇൻജസ്റ്റിസ് എന്നുള്ളത്, അത് നമ്മൾ ഇவ்விധം തുറന്നു കാണിക്കുന്ന വേറൊരു സന്ദർഭം തന്നെ ഉണ്ടാവില്ല. കാരണം ഇവിടെയുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന ചിന്തകർ, കലാകാരന്മാർ, ഇവരെല്ലാവരും നമ്മൾ പറയുന്നത് അതിൻ്റെ ക്രീമാണ് ഒരു സൊസൈറ്റിയുടെ. സിനിമ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. എത്ര പേര് പറഞ്ഞു സ്ത്രീകളെ പറ്റി പഠിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് എന്നൊരു പ്രസ്താവനയെങ്കിലും ഈ പറഞ്ഞ ആരെങ്കിലും നടത്തി? പക്ഷേ WCC ആവശ്യപ്പെടുന്നത് ആ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരണം എന്നല്ലേ? അതായത് അതിൽ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണല്ലോ, മൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ, അതടക്കം പുറത്തു വരണമെന്നാണോ WCC ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരിക്കലും WCC പറഞ്ഞിട്ടേ ഇല്ല. നിയമം എന്താണോ പറയുന്നത്, പ്രൈവസി നമ്മൾക്കാണോ അറിയാത്തത്? അവിടെ പോയി മൊഴി കൊടുത്ത സ്ത്രീകളെ മുഴുവൻ എക്സ്പോസ് ചെയ്യണമെന്ന് നമ്മൾ തന്നെയാണോ പറയുക? നമ്മളെല്ലാവരും പോയി മൊഴി കൊടുത്തിട്ടില്ലേ? നമ്മളുടെ വേറെ ബൗട്ട്സ് ഒക്കെ ഇങ്ങനെ പുറത്ത് പറയണം, ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ കോടതിയിലായിരുന്നല്ലോ പോവുക. ഈ പറഞ്ഞ തെറ്റ് ചെയ്ത ആൾക്കാരെ മുഴുവൻ ജയിലടയ്ക്കാൻ അതിനല്ലല്ലോ അവിടെ പോയിട്ട് മൊഴി കൊടുത്തത്. മൊഴി കൊടുത്തത് ഇതൊക്കെ എനിക്ക് ജോലി സ്ഥലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഇനി അത് മുന്നോട്ട് പോകാൻ പാടില്ല. അതിനാണല്ലോ അതിന് പഠന റിപ്പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അതിന് വേറെ ജുഡീഷ്യൽ സ്വഭാവം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിൻ്റെ മുൻപാകെ എന്തുകൊണ്ടാണ് പരാതി പറഞ്ഞ മറ്റവരുടെ സൈഡ് കേൾക്കാത്തത്? അവരുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനല്ല ആ കമ്മിറ്റി ഉണ്ടാക്കിയത് എന്നതുമാണ് അതിൻ്റെ മറുപടി. അതാണ് അതിൻ്റെ ഉത്തരം. സ്ത്രീകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ തൊഴിലിടത്തിൽ നേരിടേണ്ടി വരുന്നത്, അത് ഓരോ സ്ത്രീകളും പോയിട്ട് ഞങ്ങൾക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആൾക്കാരെയും, പല ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും പലരെയും ഇതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സിറ്റുവേഷൻ നമുക്ക് ഭേദമാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ ഇതിനെ പറ്റിയുള്ള സേ എന്താണ്? അല്ലാതെ ഇത് ആലിഗേഷൻ നടത്താൻ വേണ്ടി മാത്രവും ഉടനെ ഒരു വിചാരണ കോടതിയും അല്ല. രണ്ട് ഭാഗവും കേട്ട് അവസാനം ഒരു തീർപ്പ് കൽപ്പിക്കാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഒരു പഠന റിപ്പോർട്ട് പോലും ഭയപ്പെടുന്നത് വരും വിധം അത്രയ്ക്ക് ഭീരുത്വമുണ്ട്, അത്രയ്ക്ക് ഗിൽറ്റിയാണ്, അത്രയും കുറ്റബോധമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ വേഗത്തിൽ കാര്യങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ 5 വർഷമായി പലതവണ KK രമയെ പോലെ ചിലരെങ്കിലും സഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമനിർമ്മാണം നടത്തുമെന്ന് അന്ന് മന്ത്രി സഭയിൽ പറയുന്നു. പുറത്ത് ആർക്കാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ ഇത്ര ധൃതി എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ എന്താണോ സർക്കാർ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് കോടതി പറഞ്ഞതെന്നൊക്കെയാണ് ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.